ഈ തിരഞ്ഞെടുപ്പ് കൂടി തോറ്റിരുന്നുവെങ്കിൽ RSPയുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാകുമായിരുന്നു എന്ന് NK പ്രേമചന്ദ്രൻ. പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും തന്റെ ചുമലിൽ വരുമായിരുന്നു. പാർട്ടി പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുന്നുവെന്നും പ്രേമചന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആ നേട്ടം കൈവരിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആത്മസംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഉണ്ടാകുന്ന ഒരാൾ ഞാനാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന് സമാനമായ ഒരു രാഷ്ട്രീയ സംഭവവാസം ഉണ്ടായാൽ ഈ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകുമായിരുന്നു. പാർട്ടി തന്നെ കേരള രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് അപ്രസക്തമാകുന്നു. അതിൻ്റെ മുഴുവൻ പാപഭാരവും ഉത്തരവാദിത്വവും എൻ്റെ ചുമലിലാകുമോ എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും മാനസിക സംഘർഷവും പൂർണ്ണമായും മാറി പഴയകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ തുടക്കമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് ലഭിച്ച തിളക്കമാർന്ന വിജയം. VS അച്യുതാനന്ദൻ ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പിന് CPIM അത്ര പ്രാധാന്യം നൽകിയില്ല. VSനെ പാർശ്വവൽക്കരിച്ചതിനുള്ള തിക്തഫലമാണ് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. VS അച്യുതാനന്ദൻ ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ VSനെ അവർ അപ്രസക്തമാക്കിയിരുന്നു. VSനെ പൂർണ്ണമായും അവർ പാർശ്വവൽക്കരിച്ചു. അതുകൊണ്ട് തന്നെ VSന്റെ സാന്നിധ്യം അല്പം പോലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. ആ സ്വാധീനമുണ്ടാകാൻ ഒരു തരത്തിലും CPM അനുവദിച്ചതുമില്ല. അതിൻ്റെ തിക്തഫലം CPMന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഷമീർ അബ്ദുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ NK പ്രേമചന്ദ്രന്റെ പ്രതികരണം കേട്ടു. ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് ഇന്നലെ ഷിബു ബേബി ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. 2014 ഞാൻ മുൻകൈ എടുത്തപ്പോൾ പാർട്ടിക്കാകെ ഉണ്ടായിരുന്ന MLA-മാരുടെ എണ്ണവും കഴിഞ്ഞ 10 വർഷത്തെ പാർട്ടിയുടെ പ്രയാണം അത് ഒട്ടും ചെറുതല്ലായിരുന്നു എന്നുമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഷിബു ബേബി ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്കൂറായി കാണില്ല. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ RSPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വിജയം. അതിൽ ക്രെഡിറ്റ് വരേണ്ടത് എനിക്കാണ് എന്നുള്ള NK പ്രേമചന്ദ്രന്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹമാധ്യമ കുറിപ്പിട്ടത് NK പ്രേമചന്ദ്രൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഷിബു ബേബി ജോൺ ഇത്തരം ഒരു പ്രതികരണവുമായി സമൂഹമാധ്യമത്തിൽ രംഗത്ത് വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കാണേണ്ട ഒരു കാര്യം 11 വർഷമായി RSPക്ക് ഒറ്റ MLA-മാർ പോലും ഇല്ലാതെ പുറത്താണ് RSP ഉള്ളത്. ഒരു സംസ്ഥാന പാർട്ടിയുടെ അംഗീകാരം പോലും ലഭിച്ചില്ല. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം ഇടയിൽ ഒരു കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന യോഗത്തിലോ അല്ലെങ്കിൽ കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന യോഗത്തിലോ ഒന്നും തന്നെ RSPക്ക് സംസ്ഥാന പാർട്ടിയുടെ അംഗീകാരമില്ലാത്ത RSPക്ക് പങ്കെടുക്കാനും RSPയിലെ അംഗങ്ങൾക്ക് പങ്കെടുക്കാനും സാധിച്ചില്ല. അത്തരത്തിലൊരു ഉത്തരവ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഈ പുറത്ത് പോകുന്ന സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പഴി കേട്ടിരുന്ന ഒരാൾ അത് NK പ്രേമചന്ദ്രനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. NK പ്രേമചന്ദ്രന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ RSP മുന്നണി വിട്ടത് എന്നൊരു ചർച്ച ഒരു സമയത്തിൽ MP എന്ന സ്ഥാനത്തിന് വേണ്ടി പ്രേമചന്ദ്രന് വേണ്ടി പാർട്ടി അത്തരമൊരു ത്യാഗം സഹിച്ചു എന്ന തരത്തിലുള്ള ചർച്ച RSPയിൽ പോലും ഉണ്ടായി. ഇതിൽ നേട്ടമുണ്ടായത് പ്രേമചന്ദ്രന് മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടായ സാഹചര്യത്തിലാണ് NK പ്രേമചന്ദ്രൻ അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമത്തിലൂടെ നടത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പ്രേമചന്ദ്രന്റെ പ്രതികരണം നമ്മൾ തേടുകയും ചെയ്തത്. പ്രേമചന്ദ്രൻ പറയുന്നത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു NK പ്രേമചന്ദ്രൻ. നമുക്കറിയാം കൊല്ലത്തും 3 സ്ഥലത്ത് ഉൾപ്പെടെ പ്രേമചന്ദ്രന്റെ പാർട്ടി 5 ഇടങ്ങളിൽ മത്സരിച്ചു. അതിൽ 4 ഇടങ്ങളിൽ വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം. പയ്യന്നൂരിൽ RSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്നു. ഒപ്പം തന്നെ ഇരവിപുരത്ത്, അതുപോലെ തന്നെ കുന്നത്തൂരിൽ, ഒപ്പം ചവറയിലും RSP വിജയിക്കുന്നു. എല്ലായിടത്തും ഓടി നടന്ന് പ്രചരണം നടത്തിയത് NK പ്രേമചന്ദ്രൻ. അപ്പോഴേക്ക് പ്രേമചന്ദ്രന് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, RSPയെ കൊണ്ടുവരിക, RSPയെ പഴയ പ്രതാപകാലത്തിലേക്ക് കൊണ്ടുവരിക. ഒപ്പം തന്നെ VSനെ തമസ്കരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. VS ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞു പോയത്. VSനെ എത്രത്തോളം അപ്രസക്തമാക്കാൻ കഴിയുമോ ഇടതുമുന്നണി അത്രത്തോളം അപ്രസക്തമാക്കിയിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് എന്നൊരു മെസ്സേജ് കൂടി അദ്ദേഹം നൽകുന്നു. ശരി, അപ്പോൾ NK പ്രേമചന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ അറിഞ്ഞത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.